എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് അനാലിസിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 2 ദിവസം മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് പ്രഡിക്ഷൻസ് അല്ല, നമ്മൾ ഒന്ന് രണ്ട് മാർക്കറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള മൊമെന്റസ് ഒക്കെ പറഞ്ഞിരുന്നു. അത് ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അച്ചീവ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അതൊരു സപ്ലൈയിലേക്ക് വന്നിട്ട് തിരിച്ചു വരുന്ന കണ്ടീഷനിലാണ്, ആ ഒരു റേഞ്ചിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ചെറിയ റിവേഴ്സൽ സോൺ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ കാണിക്കുന്നുണ്ട്. നിഫ്റ്റി എന്നാൽ ബുള്ളിഷായിട്ട് തന്നെ നിൽപ്പുണ്ട്. സ്റ്റോക്കുകൾ പലതും ഞാൻ ആക്ച്വലി പറയാൻ വന്നൊരു കാര്യം, നമ്മൾ മുമ്പ് അനാലിസിസിൽ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ, അതായത് ഏകദേശം ഒന്നല്ല, എൻ്റെ അറിവിലൊരു 9-10 സ്റ്റോക്സ് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അത് എത്രത്തോളം പെർഫോമൻസ് കാണിച്ചു, എത്രത്തോളം പ്രോഫിറ്റ്സ് തന്നു, എത്രത്തോളം ഇപ്പോൾ ടാർഗറ്റ്സ് ഹിറ്റായി എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഒപ്പം ഇന്നൊരു 3-4 സ്റ്റോക്സും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വരുന്ന ദിവസങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്സ് ആണ്. എൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യം പറയുന്നത്, ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാം. ഇൻഡെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റി നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഒരു ക്ലിയർ ഒരു താഴേക്ക് ഒരു ഇൻഡിക്കേഷൻ നിന്ന ഒരു സപ്ലൈയുടെ അവിടെ വരെ മാർക്കറ്റ് എത്തിയിട്ട് അവിടെ നിന്ന് ഒരു റിയാക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഏകദേശം 1 അവറിന്റെ ചാർട്ട് എടുത്തപ്പോൾ നമ്മൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് കാണാം എന്ന് പറഞ്ഞിരുന്നു. ഏകദേശം ഈ ഒരു സോണാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു ഹൈ മുകളിലേക്ക് ബ്രേക്ക് ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആവുകയും മാർക്കറ്റ് ഈ സപ്ലൈയിലേക്ക് വരുമെന്നും, ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്, ഈ സപ്ലൈയിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് റിജക്ഷൻ തരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. മാർക്കറ്റ് അവിടെ പ്രോപ്പറായിട്ട് അവിടെ എത്തി. ആ സപ്ലൈയിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ തന്നു. വീണ്ടും മാർക്കറ്റ് ട്രൈ ചെയ്തു. ബയേഴ്സ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഈ ഒരു എന്താ പറയുക, സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അഗ്രസീവ്നെസ് കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഒരു എന്താ പറയുക, സൈഡ് വേസ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന്റെ ഒരു ഫൈറ്റ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ കേസ് എടുത്താലും ഏകദേശം അത് തന്നെ. സപ്ലൈ എത്തിയിട്ടില്ല. ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ സപ്ലൈ സോൺ വരുന്ന ഏകദേശം ഈ ഭാഗത്താണ്. ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല, സപ്ലൈ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇൻഡെക്സ് റിയാക്ഷൻ തന്നതുകൊണ്ട് മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും അത്യാവശ്യം റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ബട്ട് ഇതും ഈ പ്രതീക്ഷിക്കുന്ന പോലെ മാർക്കറ്റ് ഇവിടെ നിന്നും റിയാക്ട് ചെയ്ത് മാർക്കറ്റ് ഈ സപ്ലൈയിലേക്ക് വന്നാൽ മാർക്കറ്റിലെ നമ്മുടെ ഇൻഡെക്സിന്റെ ചാർട്ട് മിക്കവാറും സപ്ലൈ ബ്രേക്ക് ആവാനും സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കിയതിനു ശേഷം കൺഫർമേഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ഹൈ ആണ് നമ്മൾ ലാസ്റ്റ് സപ്ലൈ വെച്ചിരുന്നത്. ആ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് പോയി. അതൊക്കെ നമ്മൾ എടുത്ത ട്രേഡ്സ് ആണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് സൈഡ് വേസ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് അതിലൊന്നും പറയാനില്ല. ബുള്ളിഷ് വ്യൂ തന്നെയാണ്, പക്ഷെ സൈഡ് വേസ് മാർക്കറ്റ് ആണ്. ബയ്യേഴ്സിനെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല. സെല്ലേഴ്സ് സമ്മതിക്കുന്നില്ല. ബയേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് സെല്ലേഴ്സ് സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് ഈ ഒരു സോൺ നോക്കിയാൽ ഇവിടെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഒരു സെല്ലേഴ്സ് മൊമെന്റം കാണിച്ചിരുന്ന ഈ ഒരു സോണാണ്. അവിടേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് റിയാക്ഷൻ കാണിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് ഈ പറയുന്ന എല്ലാം കൺസിഡർ ചെയ്യണം. ഫെയർ വാല്യൂ ഗ്യാപ്സ് കൺസിഡർ ചെയ്യണം, ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യണം, ലിക്വിഡിറ്റി എന്തെങ്കിലും ട്രാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ മാർക്കറ്റ്സിൽ ട്രൈ ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ വ്യൂ മാത്രമേ പറയുന്നുള്ളൂ. മാർക്കറ്റ് ഈ പറയുന്ന പോലെ ഇപ്പോഴും അഗ്രസീവായിട്ട് ബുള്ളിഷ് തന്നെയാണ്. മാർക്കറ്റ് മേ ബി ഈ ഒരു കറക്ഷൻ ചേരാൻ സാധ്യതയുണ്ട്. ഇവിടെ മുതൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഗോൾഡൻ സോൺ ഇതാണ്. ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് ഇനിയും വന്നിട്ട് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ കേസിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഈ പറയുന്ന പോലെ സപ്ലൈ താഴേക്ക് ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ലോ ടു ഹൈ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് മാർക്കറ്റിലെ ഗോൾഡൻ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വന്ന് മാർക്കറ്റ് പിന്നെ അഗ്രസീവായിട്ട് ബയ്യേഴ്സ് കൺട്രോൾ എടുത്തുകൊണ്ട് ഈ സപ്ലൈ ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ബാങ്കുകളുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് നമ്മൾ അന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അഗ്രസീവായിട്ട് തന്നെ മുകളിലേക്ക് പോയി. അന്ന് HDFC ബാങ്കിന്റെ സ്റ്റോക്സ് ഹോൾഡ് ചെയ്തിരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. ലാസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന 1800 റേഞ്ചിലായിരുന്നു. അതിപ്പോൾ 1875-80 വരെ പോയിട്ടാണ് ഇപ്പോൾ തിരിച്ച് താഴേക്ക് വന്നിരിക്കുന്നത്. ദെൻ ICICI ബാങ്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ICICI ബാങ്ക് നേരത്തെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി സപ്ലൈ സോൺ ആയതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഇതൊരു സപ്ലൈ സോൺ അല്ല, ആക്ച്വലി നെഗറ്റീവ് സോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു റെസിസ്റ്റൻസ് സോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. സപ്ലൈ വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോ കട്ട് ആവണം. ഈ ലോ കട്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ സപ്ലൈ അല്ല, നമുക്കൊരു റെസിസ്റ്റൻസ് സോണിലേക്ക് മാർക്കറ്റ് വന്ന് ഓൾമോസ്റ്റ് ഈ സോണിലേക്ക് മാർക്കറ്റ് വന്നപ്പോഴൊക്കെ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തു, ദെൻ ഇവിടെ നിന്ന് റിയാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ICICI ബാങ്കിന്റെ കേസിൽ. ഈ ഒരു ഫോൾ താഴേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഈ കറക്ഷൻ പോസിബിൾ ആണ്. ICICI ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കണം എന്നാണ് പറയുന്നത്. ICICI ബാങ്ക് പോയാൽ ഒരു ചാൻസസ് ഉണ്ട്, നമുക്ക് നോക്കാം. ദെൻ കൊട്ടാക് ബാങ്ക് ഈ പറയുന്ന പോലെ തന്നെ ബയേഴ്സ് ആക്റ്റീവായി ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ കൊട്ടാക് ബാങ്ക് എന്താ പറയുക, ബുള്ളിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഈ പറയുന്ന ICICI ബാങ്ക് താഴേക്ക് വന്നാൽ കൊട്ടാക് ബാങ്ക് ഒരു കറക്ഷൻ കൂടി കഴിഞ്ഞിട്ട് പോകാനും സാധ്യതയുണ്ട്. ഒന്നും ഇപ്പൊ ഡിസൈഡ് ചെയ്യേണ്ട. ഓരോ മാർക്കറ്റിലെ ഓരോ ബാങ്കിന്റെ ആണെങ്കിലും ഓരോ സ്റ്റോക്കുകളുടെ ആണെങ്കിലും മൂവ്മെന്റ് നോക്കിയതിന് ശേഷം മാത്രം ഇൻഡെക്സിലേക്ക് ശ്രദ്ധിക്കുക. ക്ലിയർ?
ദെൻ അടുത്ത് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 3 സ്റ്റോക്സ് സാധ്യതയുള്ള വരും ദിവസങ്ങളിൽ പെർഫോമൻസിന് സാധ്യതയുള്ള 3 സ്റ്റോക്സ് ഞാൻ അനലൈസ് ചെയ്തതിൽ പറഞ്ഞുതരാം. ഒന്ന് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആക്ച്വലി ഓൾമോസ്റ്റ് ഈ ഒരു ലോ സോണിലേക്ക് വന്നിട്ട് മാർക്കറ്റ് അവിടെ തന്നെ ട്രേഡ് ചെയ്യുമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. ഏകദേശം വന്നിരിക്കുന്നത് ഒക്ടോബർ 25 വന്നത്. അന്ന് തൊട്ട് ഓൾമോസ്റ്റ് ആ സോൺ കഴിഞ്ഞ് ഹൈ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ ഒരു അഗ്രസീവ്നെസ് കാണിച്ചിട്ടുണ്ട്. സോ ഇന്നൊരു അഗ്രസീവ്നെസ് കാണിച്ചിട്ടുണ്ട്, വിച്ച് മീൻസ് അത് മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് മാർക്കറ്റ് ഇനി മുകളിലേക്ക് തന്നെ പോവാം എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. എന്നാൽ ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. സോ എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് ആവറേജ് ഓഫ് 1873 എന്ന് പറയുന്ന ഒരു ലൈൻ ക്രോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ മുകളിലേക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഇപ്പൊ ട്രൈ ചെയ്യേണ്ട. മാർക്കറ്റ് ഈ പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്താൽ ഏകദേശം ഒരു 1880 എന്ന് പറയുന്ന റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ നമുക്കൊരു ബൈ ഓർഡർ നമുക്ക് നോക്കാവുന്നതാണ്. മീൻസ് എന്റെ പേഴ്സണൽ വ്യൂവിൽ ഞാൻ നോക്കും, ബൈ ഓർഡർ ഞാൻ അപ്പോഴേ നോക്കത്തുള്ളൂ. അടുത്ത് നോക്കുകയാണെങ്കിൽ RVNL, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ആണെങ്കിലും ഫണ്ടമെന്റലി നമുക്ക് നോക്കി പോകാട്ടോ. നമ്മൾ നേരത്തെ ഫണ്ടമെന്റലി നോക്കുന്നത് പറഞ്ഞാണ്. ജസ്റ്റ് ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ ഒരു RVNL എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ RVNL എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർക്കറ്റ് ക്യാപ് സ്റ്റോക്ക് പി കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. ഇൻഡസ്ട്രി പിയേക്കാളും സ്റ്റോക്ക് പി കൂടുതലാണ്. ROE ആൻഡ് ROC ഉണ്ട്. ബുക്ക് വാല്യൂ കറന്റ് വാല്യൂവിനേക്കാളും കുറവാണ്, നല്ല കുറവാണ്. എന്നാൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. FISും DISന്റെ ഹോൾഡിംഗ് ഉണ്ട്. FISന്റെ ഇൻവെസ്റ്റ്മെന്റ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. പാട്രോസ്കി സ്കോർ 9 PG റേഷ്യോ 3 കുഴപ്പമില്ല. EPS ഉണ്ട്. അത്യാവശ്യം എല്ലാ വാല്യൂസും കുഴപ്പമില്ല. ആവറേജ് എബോവ് ആവറേജ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ RVNL നമുക്ക് ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. നിലവിൽ ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയ ആ സോണിലേക്ക് മാർക്കറ്റ് വന്നു, റീടെസ്റ്റ് ചെയ്തു, വീണ്ടും വന്നു, റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുവാണ്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു ബുള്ളിഷ് വ്യൂയിലേക്ക് ഞാൻ മാറുകയും ഞാൻ ഇതിൽ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 488 എന്ന് പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ RVNL ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ പറയുകയാണെങ്കിൽ ഹാവൽസ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. ആ മുമ്പൊരിക്കൽ പറഞ്ഞ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. സോ ഹാവൽസിൽ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വ്യൂവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഹാവൽസ് എന്ന് പറയുന്ന സ്റ്റോക്ക് എൻ്റെ ഏകദേശം ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1917 ഇപ്പോഴും മാർക്കറ്റ് ബൈയിങ് പ്രൈസിൽ തന്നെയാണ്. സോ ഈ പറയുന്ന ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടിയും നമുക്കൊരു കൺഫർമേഷൻ ആവും, മാർക്കറ്റ് ബുള്ളിഷ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ. അതായത് ഏകദേശം 1767 എന്ന് പറയുന്ന ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1917 1910 വരെയൊക്കെ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റോക്സിന്റെ അനാലിസിസ്. ഇനിയും ഒരു 4-5 സ്റ്റോക്സ് ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ ഒരു ബൈയിങ് കൺഫർമേഷൻ തരാത്തതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഇതിനെ നമ്മളിപ്പോൾ മെൻഷൻ ചെയ്യാത്തത്. ആസ് ഓഫ് നൗ ടുഡേ നമ്മൾ ഇത് തന്നെയാണ്. ഇൻഡെക്സുകളുടെ വ്യൂ പറഞ്ഞു. ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ആ സപ്ലൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് നോക്കാം എന്നല്ലാതെ നിലവിൽ മാർക്കറ്റിന് താഴേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. മാർക്കറ്റ് താഴേക്ക് വരാനും സാധ്യതയുണ്ട്. സോ വ്യൂ ഇത് തന്നെയാണ്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് പേഴ്സണൽ വ്യൂ ആണ്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുക, മാർക്കറ്റിനെ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക. ഒരാളുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഒരു ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രേഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തന്നെ മുമ്പോട്ട് പോവുക. സോ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക്സ് ഫോർ ടുഡേ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ മറ്റു കാണാം.